ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് കോൺസെൻട്രേഷൻ ടേമുകളായിരുന്നു. പല കോൺസെൻട്രേഷൻ ടേമുണ്ട്. മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം, വോളിയം ബൈ വോളിയം, പിന്നെ മാസ് ബൈ മാസ്, മൊളാലിറ്റി അങ്ങനെ കുറേ കോൺസെൻട്രേഷൻ, മോൾ ഫ്രാക്ഷനൊക്കെ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മളവിടെ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യനുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ഇഫ് 22 gram ഓഫ് ബെൻസീൻ ഇസ് ഡിസോൾവ്ഡ് ഇൻ 122 gram ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. അതായത് 22 gram ബെൻസീൻ 122 gram കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ആയിട്ടിരിക്കുക. അതിനകത്തു നിന്ന് ബെൻസീൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ആദ്യം എന്താ മാസ് പെർസെൻറ്റേജ് ഒന്നും കൂടെ നോക്കിക്കേ. മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ കമ്പോണൻറ്റ്. നമ്മൾ ഏത് കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണോ കാണാൻ പോകുന്നത്, ചിലപ്പം അതിൽ സൊല്യൂട്ട് ആവാം, സോൾവെൻ്റ് ആകാം. ഏത് കമ്പോണൻ്റ് ആണെങ്കിലും അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് ദി കമ്പോണൻറ്റ്, ഏത് കമ്പോണൻ്റ് ആണോ, ബൈ ടോട്ടൽ മാസ്. രണ്ട് കമ്പോണൻറ്റിൻ്റെ മാസ് ആഡ് ചെയ്തത് പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ എന്തും കൂടെ ചെയ്യണം, ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീനും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് രണ്ടിൻ്റെയും കണ്ടുപിടിക്കണം. അപ്പം ആദ്യം എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഇക്വേഷൻ എഴുതിയിട്ട് ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. ടോട്ടൽ മാസ് എത്രയാ? ബെൻസീൻ 22 gram ആണെന്ന് തന്നിട്ടുണ്ട്. അത് കാർബൺ ടെട്രാക്ലോറൈഡും തന്നിട്ടുണ്ട് 124 ആണെന്ന്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 144 കിട്ടി. ഇനി ഓരോന്നിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, കാരണം ക്വസ്റ്റ്യനിൽ രണ്ടിൻ്റെയും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബെൻസീൻ്റെ മാസ് ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 15.28% എന്നും. കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 100. അപ്പം നമുക്ക് 84.72% എന്നും കിട്ടി. അപ്പം രണ്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ, ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ തന്നിട്ടുണ്ട് ബെൻസീൻ സൊല്യൂഷനിൽ എത്ര പെർസെൻറ്റേജാണ്? 30% ബൈ മാസ് ആണ് ബെൻസീൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ 30% ബൈ മാസ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അവരവിടെ തന്നിട്ടുണ്ട്. 30% ബൈ മാസ് C6H6 അല്ലെങ്കിൽ ബെൻസീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 30 gram ആണ് ബെൻസീൻ. അത് 100 gram സൊല്യൂഷനിൽ 30 gram ആണ് ബെൻസീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ അളവ് എത്ര ആയിരിക്കും? ടോട്ടൽ 100 gram സൊല്യൂഷൻ ആണെന്ന ടോട്ടൽ 100 gram സൊല്യൂഷനിലാണ് 30 gram ബെൻസീൻ. അങ്ങനെയാണെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ അളവ് എത്ര ആയിരിക്കും? 100ൽ നിന്ന് ഈ 30 കുറച്ചിട്ടുള്ള ബാക്കി എത്ര? 70 gram. അപ്പം ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും എഴുതാൻ പറ്റും. ഇനി നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഏത് കമ്പോണൻ്റ് ആണോ, ഇപ്പം കമ്പോണൻ്റ് എയും ബിയും ഉണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻ്റ് എ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ബെൻസീൻ്റെ കണ്ടുപിടിക്കാൻ. അതുപോലെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് എ ഈസ് ഈക്വൽ ടു number of moles of component A by number of moles of component A plus number of components of B. ഇതാണ് എന്താ മോൾ ഫ്രാക്ഷൻ ഒരു കമ്പോണൻറ്റിൻ്റെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇപ്പം കമ്പോണൻറ്റ് ബി ആണെങ്കിലോ ഇവിടുത്തെ എ മാറി ഇവിടെ ബി ആകും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. താഴെ നമ്മൾ രണ്ട് കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യും.
അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്താ, നമ്മൾ നമ്പർ ഓഫ് മോൾസ് രണ്ടിൻ്റെയും കണ്ടുപിടിക്കണം. ആദ്യം നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഏതാണോ, ബൈ മോളാർ മാസ് ആണ്. മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. അതിൻ്റെ ഫോർമുല അറിയണം. ഇപ്പോൾ C6H6 ആണ്. ബെൻസിൻ്റെ ഫോർമുല എങ്ങനെയായിരിക്കും? കാർബൺ 12 ആണ്. 12 × 6 ചെയ്യണം, കാരണം 6 ആറ്റങ്ങളുണ്ട്. പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്, അത് × 6. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? മോളാർ 78 എന്ന് കിട്ടും. മോളാർ മാസ് ഓഫ് ബെൻസീൻ 78 കിട്ടും. അതുപോലെ തന്നെ മോളാർ മാസ് ആരുടെയും കണ്ടുപിടിക്കണം? കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ. അതെങ്ങനെ? കാർബണിൻ്റെ 12, അതുപോലെ തന്നെ ക്ലോറിൻ്റെ 35 × 4 ചെയ്യണം, അല്ലെങ്കിൽ 35.5 × 4 ചെയ്യണം. അപ്പം 12 + 35.5 × 4 ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്ര കിട്ടുന്നത്? 154. അങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ CCl4ൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിച്ചത്? ഗിവൺ മാസ് 70 ആണെന്ന് തന്നിട്ടുണ്ട്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 154 ആണെന്ന് കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.55. നമ്പർ ഓഫ് മോൾസ് ഓഫ് CCl4 കിട്ടി, അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ കിട്ടി. ഇനി ബെൻസീൻ്റെയും കൂടെ കണ്ടുപിടിക്കണം. ബെൻസീൻ്റെ എങ്ങനെയാണ്? ബെൻസീൻ്റെ ഇതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗിവൺ 30 ആണ്. 30 ബൈ എത്രയാ? C6H6ൻ്റെ മോളാർ മാസ് 78 ആണ്. അപ്പം അത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.385 എന്ന് കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് രണ്ട് കമ്പോണൻറ്റ്, ബെൻസീൻ്റെയും കിട്ടി, അതുപോലെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്താൽ മതി? മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷനിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പം അത് നമുക്ക് കിട്ടിയത് ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബെൻസീൻ്റെ എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. ഇനി ബെൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. ഇനി വേണമെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്ര എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ, 1ൽ നിന്ന് ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ ചെയ്താൽ നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ കിട്ടും. കാരണം എന്താ? നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, Ka + Kb = 1 ആണെന്ന് അല്ലേ? അപ്പം ഇപ്പം നമുക്ക് Ka കിട്ടി, അതാണ് ബെൻസീൻ്റെ ഇപ്പം കിട്ടി. അങ്ങനെയാണെങ്കിൽ Kb എങ്ങനെ കണ്ടുപിടിക്കും? 1 മൈനസ് Ka ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മറ്റേ കമ്പൗണ്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ പെട്ടെന്ന് കിട്ടും. അല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം, ഇതാകുമ്പം എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് അവരെന്താ ചെയ്തത്? മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസ്. മോളാർ മാസ് അറിയണമെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ തരും, ചിലപ്പോൾ നമുക്ക് ഫോർമുല വെച്ച് നമ്മൾ തന്നെ അതിൻ്റെ ആറ്റമിക് നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് മൊളാരിറ്റി ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ. തന്നിരിക്കുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതിനെ തന്നെയാണ് അവർ അവിടെ വേറെ ഒരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. കാരണം എന്താ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇൻ ലിറ്റർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. കണ്ടോ? മോളാർ മാസ്, പിന്നെന്താ? ഹോൾ ഡിവൈഡഡ് ബൈ ഈ ലിറ്റർ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ തന്നെയാണ് ഇവരിങ്ങനെ എഴുതിയിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക. സൊല്യൂഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 30 gram ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് ഡോട്ട് 6H2O ഇൻ 4.3 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ? ലിറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, മില്ലി ലിറ്ററിലല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ നോക്കുക. മാസ് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യുക? തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് 30 gram ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. മോളാർ മാസ്, ഇനി മോളാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാം കൊബാൾട്ടിൻ്റെ അറ്റോമിക് മാസ് അറിയണം, നൈട്രജൻ്റെ അറിയണം, ഓക്സിജൻ്റെ അറിയണം, പിന്നെ വാട്ടറിൻ്റെ എന്താ 18 ആണ്. അപ്പം 6.H2 ആകുമ്പോൾ 6 × 18 ചെയ്യണം. അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടി. കൊബാൾട്ടിൻ്റെ 59 പ്ലസ് നൈട്രേറ്റിൻ്റെ 2 × 14, നൈട്രജൻ 14 ആണ്. പിന്നെ ഓക്സിജൻ്റെ 16 ആണ്. അത് 3 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ 6 എണ്ണം ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഓക്സിജൻ 6 എണ്ണം ഉണ്ട്. അപ്പം അങ്ങനെയാണ് 2 × 14 പ്ലസ് 6 × 16 പ്ലസ് പിന്നെ ഈ വാട്ടറിൻ്റെ 18, 6 × 18. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? മോളാർ മാസ്, ആ സൊല്യൂട്ടിൻ്റെ മോളാർ മാസും കിട്ടി. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ലിറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് എന്താ? ലിറ്ററില്ല. കാരണം എന്താ? മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 30 ഇങ്ങനെ എഴുതും. സാധാരണ എഴുതുവാണെങ്കിൽ 30/291 ഹോൾ ഡിവൈഡഡ് ബൈ 4.3. അപ്പം എങ്ങനെ തന്നെ വരും? 30/291 × 1/4.3. അപ്പം 291ൻ്റെ കൂടെ ആരും കൂടെ ആഡ് ചെയ്യണം, 4.3 കൂടെ ആഡ് ചെയ്തിട്ട്, ആഡല്ല ഇൻറ്റു ചെയ്തിട്ട് 30 മാത്രം മുകളിൽ. ഇവരിങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 30/291 × 4.3 എന്നാണ് വരുന്നത്. 291 ഡിനോമിനേറ്ററിൽ, 4.3 ഡിനോമിനേറ്ററിൽ വരും. ആൻസർ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാ? 0.24 മോളാർ എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ തന്നെയാണ്. 30 ml ഓഫ് 0.5 മോളാർ H2SO4 ഡയല്യൂറ്റഡ് ടു 500 ml. ഇത് മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൈല്യൂട്ട് ചെയ്ത് 500 ml ആക്കുമ്പോൾ ഉള്ള മൊളാരിറ്റിയാണ്. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. ഡൈല്യൂട്ടഡ് അല്ലെങ്കിൽ മൊളാരിറ്റി ഓഫ് മിക്സ്ചേഴ്സിൻ്റെ ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. മൊളാരിറ്റി ഓഫ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു M1V1 = M2V2. അപ്പം കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡൈല്യൂട്ട് ചെയ്തപ്പോൾ ഉള്ള മൊളാരിറ്റിയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതണം തന്നിരിക്കുന്നത്. അൺഡൈല്യൂട്ടഡ് H2SO4 സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട് 30, അതിൻ്റെ മൊളാരിറ്റിയും തന്നിട്ടുണ്ട് 0.5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. പിന്നെ ഡൈല്യൂട്ടഡ് H2SO4ൻ്റെ എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? M2 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് M1V1 = M2V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് 500 ml ആകുമ്പോൾ ഉള്ള മൊളാരിറ്റി എങ്ങനെ? M2 = ഇക്വേഷനിൽ നിന്ന് M1V1 = M2V2 നിന്ന് M2 എങ്ങനെ എഴുതും? M2നെ അവിടെ തന്നെ നിർത്തുക, M1V1/V2 എന്ന് എഴുതും. എന്നിട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ട്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണത്. ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. M1V1 = M2V2 എന്ന്. അത് ഏതിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ്? ഡൈല്യൂട്ട് ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ മിക്സ്ചർ ആക്കുന്ന കേസിൽ, മിക്സ് ചെയ്ത് വേറെ ഒരു അളവിലേക്ക് ആക്കുന്ന കേസിൽ ചിലപ്പം എങ്ങനെയായിരിക്കും തരുന്നത്? ചിലപ്പം 0.5 മോളാർ H2SO4 ഡൈല്യൂട്ടഡ് ടു 500 ml തന്നിട്ട് അവിടുത്തെ മൊളാരിറ്റിയും തരും. ചിലപ്പം ചിലപ്പം 30 ml ഓഫ് H2SO4 ഡൈല്യൂട്ടഡ് ടു 500 ml ഇത്ര മോളാർ എന്ന് തരും. അപ്പം നമ്മൾ ചിലപ്പം M1 ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ M1 = M2V2/V1. അപ്പം ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ അവർ ചോദിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
എന്താ മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പം ഇതാണ് മൊളാരിറ്റിയുടെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇക്വേഷൻസ് പഠിച്ചേക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെ ഇത് വന്നതെന്ന് ഇക്വേഷൻ ഇങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. പിന്നെ ഈ സെക്കൻഡ് ഡൈല്യൂഷൻ്റെ കേസിൽ മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഡൈല്യൂഷനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ M1V1 = M2V2. അതൊന്ന് കണ്ണും പൂട്ടി ആ ഇക്വേഷൻ ആയിരിക്കും എന്ന് ഉറപ്പിച്ചോണം. എന്നിട്ട് അതിൽ ഏതാണോ തരാത്തത് ആ ഇക്വേഷനിൽ നിന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് യൂറിയ NH2CO NH2. യൂറിയയുടെയൊക്കെ നമ്മൾ 12th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം മിക്കതിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. യൂറിയയുടെയൊക്കെ പ്രത്യേകിച്ച്, കാരണം പലയിടത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു കോമ്പൗണ്ടാണ് യൂറിയ. യൂറിയ റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 കിലോഗ്രാം ഓഫ് 0.25 മൊളാൽ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ മൊളാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് moles dissolved in 1 kilogram of solvent. അതാണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? എന്താ? യൂറിയയുടെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിനു വേണ്ടിയാ? 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമയത്തുള്ള യൂറിയയുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് യൂറിയയുടെ ആദ്യം യൂറിയയുടെ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന ഈ ഹിൻഡ് വെച്ചിട്ട് നമ്മൾ യൂറിയയുടെ മാസ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 0.25 മോൾ ഓഫ് യൂറിയ ആണ് ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ മൊളാലിറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ ആ പേജ് എടുത്തിട്ട് നോക്കുക. ആ ഒരു ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് മൊളാലിറ്റിയുടെ പോർഷൻ കഴിഞ്ഞിട്ട് അവർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 0.25 മോളാൽ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം 0.25 മോൾ ഓഫ് യൂറിയയാണ് ഉള്ളതെന്നാണ്. അപ്പം നമുക്ക് മോൾ എത്രയാണ് യൂറിയയുടേന്ന് കിട്ടി. മാസ് ഓഫ് യൂറിയയും മോളാർ മാസ് ഓഫ് യൂറിയയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയുണ്ട്. അപ്പം നമ്മൾ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതായത് ഇക്വേഷൻ കിട്ടും, നല്ലൊരു ഇക്വേഷൻ്റെ പാർട്ടാണിത്. ഏതൊക്കെയാണ്? മോളും മോളാർ മാസും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഏതാ? മോളാർ മാസ് ഇസ് ഈക്വൽ ടു number of mole is equal to given mass by molar mass. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയയും കിട്ടി, മോളാർ മാസ് ഓഫ് യൂറിയയും കിട്ടി. മോളാർ മാസ് കണ്ടുപിടിക്കുന്ന അറിയാമല്ലോ, NH2CO NH2ൻ്റെ എല്ലാം അറ്റോമിക് മാസ് പ്ലസ് ചെയ്തിട്ടാണ് നമുക്ക് 16 കിട്ടിയത്. അപ്പം നമുക്ക് N എത്രയാണ് കിട്ടി? 0.25 ആണ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി. അതുപോലെ മോളാർ മാസും 60 ആണ്. അത് ആഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. അത് രണ്ടും കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ മാസ് കണ്ടുപിടിക്കാം? യൂറിയയുടെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് യൂറിയ ഈസ് ഈക്വൽ ടു N ഇൻറ്റു മോളാർ മാസ്. അതുകൊണ്ടാണ് ഇവിടെ 0.25 ഇൻറ്റു 60 എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി? യൂറിയയുടെ മാസ് കിട്ടി. ഇതെന്താ? യൂറിയയുടെ മാസാണ് കിട്ടിയത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മാസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻ്റ്, അല്ലെങ്കിൽ 1000 ഗ്രാമിൽ എത്രയാണെന്ന്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണം. എന്താ? 1000 + 15. ഗ്രാമിലായതുകൊണ്ട് 1000 + 15 ചെയ്യണം. അതായത് 1000 ഗ്രാമാണ് സോൾവെൻറ്റ്. ആ സോൾവെൻറ്റിൻ്റെ കൂടെ യൂറിയയുടെ 15 കൂടെ ആഡ് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് 1015 ഗ്രാം എന്ന് കിട്ടി. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2.5 കിലോഗ്രാം ഉണ്ടാക്കുമ്പോഴാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ അതിനെ എന്ത് ചെയ്തു? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 1000 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.015 കിലോഗ്രാം ആണ് സൊല്യൂഷൻ്റെ മാസ് എന്ന് കിട്ടി. ഇനി എളുപ്പമാണ്. അതായത് ഇത്രയും കിലോഗ്രാം ഓഫ് യൂറിയയിൽ
1.015 കിലോഗ്രാം ഓഫ് യൂറിയ സൊല്യൂഷൻ്റെ അളവാണല്ലോ 1.015 കിലോഗ്രാം. അത്രയത്തിൽ എത്ര ഗ്രാം ഓഫ് യൂറിയ ആണ്? 15 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാമിൽ എങ്ങനെ ചെയ്താൽ മതി? 2.5 ഇൻറ്റു 15/1.015 നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് യൂറിയയുടെ കിട്ടിയിട്ടുണ്ട്, പിന്നെന്താ നമ്പർ ഓഫ് മോളും കിട്ടി, അതുപോലെ തന്നെ യൂറിയയുടെ മോളാർ മാസും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിച്ചതിന് ശേഷം മൊളാലിറ്റി ആയതുകൊണ്ട് തന്നെ സൊല്യൂഷൻ്റെ മാസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? അക്വസ് സൊല്യൂഷനിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം ആ സൊല്യൂഷൻ്റെ മാസ് നമ്മൾ 1000 + 15 ചെയ്ത് 1015 ഗ്രാം എന്ന് കിട്ടി. ആ ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ക്വസ്റ്റ്യനിൽ കിലോഗ്രാമിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതിയതേ ഉള്ളൂ. എന്താ? 1.015 കിലോഗ്രാം യൂറിയ സൊല്യൂഷനിൽ 15 ഗ്രാം ഓഫ് യൂറിയ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാമിൽ എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 2.5 ഇൻറ്റു 1.15/15/1.015 ചെയ്താൽ മതി. ആൻസർ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് molarity and mole fraction of potassium iodide if the density of 20% aqueous potassium iodide solution is 1.202 gram per milliliter. അപ്പം ഫസ്റ്റ് എന്താ? മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റി ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനാണ് അവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് തന്നെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ബൈ എന്താ മാസ് ഇൻ 1 കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്താ? given mass by molar mass all divided by mass in 1 kilogram of solvent. mass in kilogram. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മുമ്പേ മൊളാരിറ്റിയുടെ കണ്ടതുപോലെ തന്നെ. അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൊളാലിറ്റി ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഇഫ് ദ ഡെൻസിറ്റി ഓഫ് 20% എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വെയിറ്റ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ 100 ഗ്രാം ആണ് സൊല്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ തന്നെ പൊട്ടാസ്യം അയോഡൈഡിൻ്റെ വെയിറ്റ് എത്ര? 20 ഗ്രാം ആണെന്നും ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. മാസ് ബൈ മാസ് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20. ഇനി സൊല്യൂഷൻ ആകുമ്പം ടോട്ടൽ 100 ആണ്, പൊട്ടാസ്യം അയോഡൈഡ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാട്ടറിൻ്റെ മാസ് എത്രയായിരിക്കും? 80 ഗ്രാം ആയിരിക്കും. പിന്നെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇക്വേഷനകത്ത് നമ്പർ ഓഫ് മോൾസിനകത്ത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ അറ്റമിക് മാസ് തമ്മിൽ പ്ലസ് ചെയ്യണം. പൊട്ടാസ്യത്തിൻ്റെ 39ഉം അയഡിൻ്റെ 127, അതും കൂടെ പ്ലസ് ചെയ്തപ്പോൾ 166 എന്നുള്ള മോളാർ മാസ് കിട്ടി. എന്നിട്ട് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 80 ഗ്രാം ആണ്. ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര? 0.08 ആകും. അതും കൂടെ ശ്രദ്ധിക്കണം. കാരണം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കണം. എന്താ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ അതിനകത്ത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മൊളാരിറ്റി എന്ന് പറയുമ്പം വോളിയം വേണം. വോളിയം അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെൻസിറ്റിയിൽ നിന്ന് അതിൻ്റെ മാസ് നമുക്കറിയാം, സൊല്യൂഷൻ്റെ മാസും അറിയാം.
100 ഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഡെൻസിറ്റി തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടി. ഇത് മില്ലി ലിറ്ററാണ് വോളിയം തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്ററാണ്. അപ്പം ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ 0.083 ലിറ്ററിന് അവിടെ വരുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പോലെ നമ്പർ ഓഫ് ഗ്രാം മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ തന്നെയാണ്. നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോളിനെ നമുക്ക് എന്ത് എഴുതി? മാസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അതാണ് 20 ആണ് ഗിവൺ മാസ്. മോളാർ മാസ് 166 ഹോൾ ഡിവൈഡഡ് ബൈ 0.083. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് 20 മേളിൽ ഡിനോമിനേറ്ററിൽ 0.083 ഇൻറ്റു 166 എന്ന് വരും. അപ്പം നമുക്ക് ഇത്ര മോളാറാന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പം അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ അറിയാം. കമ്പോണൻറ്റ് എ എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ്. സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കി വാട്ടറാണ്. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ആ ഇക്വേഷൻ വെച്ച് രണ്ടും കണ്ടുപിടിച്ച് ഫസ്റ്റ് നമ്മൾ മാസ് 20 ആണ് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ ക്വസ്റ്റ്യനിലുണ്ട്. മോളാർ മാസ് 166. അങ്ങനെ 1.2 മോളെന്ന് കിട്ടി. വാട്ടറിൻ്റെ ആണെങ്കിൽ മാസ് 80 ആണ്. കാരണം 100 ആണ് ടോട്ടൽ സൊല്യൂഷൻ. അതിൽ 20 പൊട്ടാസ്യം അയോഡൈഡ് ആണെങ്കിൽ ബാക്കി 80 ആണ് വാട്ടറിൻ്റെ മാസ്. അതിൻ്റെ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? മോളാർ മാസ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് 4.44 മോളെന്ന് കിട്ടും. രണ്ടും കിട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ്റെ സൈനാണ്, സിമ്പിളാണ് കൈ എന്ന് പറയും. എക്സ് പോലെ ഇരിക്കും. കൈ പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ബൈ മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് മോളാർ മാസ് ഓഫ് നമ്പർ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ബൈ നമ്പർ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് നമ്പർ ഓഫ് വാട്ടർ. അത് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. അപ്പം ഇത്രയാണ് ഇൻഡെക്സ് ടു ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും ഇത് ചെയ്ത് നോക്കാം. സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.